ജെന്യൂൻ പേഴ്സൺ എന്ന് മനസ്സിലായി. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ചതിക്കാണ്ട് ഇതാക്കാണ്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. മനസ്സിലാ, നിന്നെല്ലാം പോലെ ഒന്നിച്ച് ഇത്രയും ഊട്ടി വളർത്തിയ അന്നം തന്ന കൈക്ക് കൊത്തിയിട്ട് വേഷം തന്ന് കൊന്ന് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് അടിച്ച് കളയാലാന്നല്ലോ ഇവരെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൻ്റെ കോൾ റെക്കോർഡ് ഉണ്ട് കേട്ടോ, അത് എല്ലാം കേൾപ്പിക്കാം. ആ നിന്റെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ജാസിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതലേ മമ്മുവിന്റെ സാലറിന്റെ പ്രൂഫ് വേണ്ടല്ലോ. ജാസിന്റെ കേസ് പറഞ്ഞ ജാസി ഇവിടെ വരുമ്പോൾ ജാസി പറഞ്ഞത് എനിക്ക് 5 പൈസ ഇടുന്ന വേണ്ട, എനിക്ക് ഇടുന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം. ഞാൻ പ്രൊമോഷൻ ചെയ്ത്, അതായത് ഇവൻ ആ സമയത്ത് മാസം പ്രൊമോഷൻ ചെയ്തിട്ട് 50,000 60,000 ഉണ്ടാക്കും. അത്ര കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും 50,000 മുകളിൽ ഇവൻ ഉണ്ടാക്കും. ഒരു പ്രൊമോഷന് 10,000 അങ്ങനെ 20,000 15,000 അങ്ങനെ എന്തോ കറക്റ്റ് അറിയില്ല. 10,000 അറൗണ്ടാവും. ഓക്കെ, ഒരു മാസം ഒരു 5-6 പ്രൊമോഷൻ ചെയ്താൽ തന്നെ ആഴ്ചയിൽ ഒന്നിട്ടാൽ തന്നെ പൈസയായി. അപ്പം ഞാൻ ഇവന് കൊടുക്കേണ്ട സാലറി ഇവൻ പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിക്കോളാം. ഓക്കെ, പിന്നെ ഇവന് ഇവിടുന്ന് വലിയൊരു എക്സ്പോഷർ കിട്ടുക. 0 ഫോളോവേഴ്സിൽ വന്നിട്ട് ഇപ്പം എത്ര കെ ആയി, അത്രയും എക്സ്പോഷർ കിട്ടുക. ഓക്കെ, സാലറീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലൈവിൽ എല്ലാവർക്കും സാലറി ഉണ്ട്, ഇതിന് കറക്റ്റായിട്ട് ഓരോ രീതി ഉണ്ടെന്നെല്ലാം പറയുന്നത് നമ്മളെ ഗ്യാങ്ങിൻ്റെ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? ഇപ്പോൾ ആദിൽ എൻ്റെ കസിനാന്ന് പറഞ്ഞത് ആ റീച്ചിന് വേണ്ട ഓനെ കയറ്റിക്കൊണ്ടുവരാനാ. ഷമീർ എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞത് ഓനെ കയറ്റിക്കൊണ്ടുവരാനാ അല്ലേ? അതേപോലെ അസ്പാക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അസ്പാക്ക് എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തിട്ടില്ല. അസ്പാക്കിൻ്റെ എല്ലാം സാധനം എനിക്ക് വരാനുണ്ട് മോനെ. അസ്പാക്ക് എൻ്റർ ആയ അതിൽ എടാ അവരെ ഇതിൽ അസ്പാക്ക് എൻ്റർ ആയതിനെങ്കിൽ എനിക്കത് പറയണം. അസ്പാക്ക് ഏടുന്ന തുടങ്ങിയെന്ന്, അസ്പാക്കിന് എന്നോടുള്ള ദേഷ്യം ഏടുന്ന തുടങ്ങിയെന്ന്. അസ്പാക്ക് എന്നോട് ആദ്യമായിട്ട് പൈസ ചോദിച്ചേ. എന്തിന് ചോദിച്ചു? എന്തിന് ചോദിച്ചു? എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് പൈസ ചോദിച്ചു? മൊത്തം സ്ക്രീൻഷോട്ടോ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാവും? ഡ്രഗ്സ് എവിഡൻസ് എല്ലാം തരും മോനെ. 3500+ പ്രൂഫുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാവും? വെറുതെ ഊമ്പായിരിക്കുന്നതല്ല, വെറുതെ കുണച്ചിട്ട് പോകാതിരിക്കുന്നതല്ല. മനസ്സിലാവും? എനിക്കിത് ഈ 3 മാസത്തെ എൻ്റെ പെയിന് മെല്ലെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ ഇത് തീർക്കുന്നത്. എനിക്കിത് മെല്ലെ തീർക്കണം. ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലാവും? അതിൻ്റെ മുകളിലാണ് ഇന്നലെ വന്നിട്ട് അതിൻ്റെ ആവശ്യം എന്താ? പൈസ കിട്ടൂല എന്ന് ഉറപ്പായ ബ്ലാക്ക് മെയിലിൽ ഞാൻ വീഴുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ എന്താ അങ്ങ് റീച്ചിന് ഇറങ്ങുക. കിക്കിൽ വാച്ചിങ് കയറ്റാൻ വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ആയിട്ട് ഇറങ്ങിയേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, ഇതിൻ്റെ എല്ലാം ബാക്കി നേരത്തെ ഇങ്ങനെ പോകും. ഇതിൻ്റെ നാളെ ഇവരെ ഇത് അങ്ങനെയല്ല മറ്റേതാണെന്നും പറഞ്ഞിട്ട് വരും. എനിക്ക് തോന്നില്ല ഇതിൻ്റെ അപ്പുറത്ത് എന്തായാലും അവർക്ക് പറയാൻ കഴിയാടാ. എനിക്കറിയില്ല കേട്ടോ. മാസത്തോളം ഞാനിങ്ങനെ വന്ന് റിയാക്ട് ചെയ്യും, ഇങ്ങനെ ഷെമി റോസസ് തൊപ്പി എന്ന് പറഞ്ഞൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവനത് മതി, ഇവൻ്റെ വില പോയാൽ ഇതൊന്നും ഇവന് പൈസ കിട്ടിയാൽ മതി. മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി, നെഗറ്റീവ് ആണെങ്കിൽ റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കിക്കിൽ ഈ സാധനം വന്നിട്ട് കളിക്കുന്നത്. മനസ്സിലാവും? ഓക്കെ, അടുത്തത് സാലറി പ്രൂഫ്. ജാസിൻ്റെ സാലറി പ്രൂഫാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രൊമോഷൻ. ഇവൻ പറയുന്നത് ഇവൻ്റെ 10 പൈസ കിട്ടിയിട്ടില്ല, ഇവൻ്റെ പ്രൊമോഷൻ്റെ പൈസ അല്ല ഞാനാണ് എടുക്കുന്നത്. ഒരു പ്രൂഫ് ഇവൻ്റെ 1 രൂപ എൻ്റെയിലേക്ക് വന്നതിൻ്റെ പ്രൂഫ്, 1 രൂപ വന്നതിൻ്റെ പ്രൂഫ് കാണിക്കടാ. 1 രൂപ അല്ലെങ്കിൽ വേണ്ടടാ. ഓൻ ചെയ്ത പ്രൊമോഷൻ ചെയ്ത ഷോപ്പുകളില്ലേ, അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരായിരിക്കും പൈസ അയച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അവരേലുണ്ടാവല്ലോ പ്രൂഫ്, അടുത്തേക്ക് പൈസ പോയെന്ന്. അവരേലുണ്ടാവും. മനസ്സിലാവും? എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കയ്യിലേക്കോ 1 രൂപ ഇവനെല്ലാം മാസം എത്ര പ്രൊമോഷൻ ചെയ്ത് എത്ര പ്രൊമോഷൻ ചെയ്യാണ്ട് പൈസ വാങ്ങിയിട്ടേ ഇപ്പോൾ എത്ര പെൻഡിങ് ഉണ്ടാവും ആർക്കറിയാം? എത്ര പൈസ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസി എന്നെല്ലാം പറഞ്ഞ ബോൺ സ്കാമറാണ്. ഇവൻ ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവനൊരു ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അറിയുന്നത് ഇവനെ ആരെല്ലോ പറ്റിച്ച് എന്തെല്ലോ കേസ് അതെല്ലാം ഇവിടത്തേക്ക് വലിച്ചിടണമെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഇതാക്കണമെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഈ ലൈവ് തുടങ്ങിയതിൻ്റെ മുന്നത്തെ അവൻ്റെ സ്റ്റോറിയിലേക്ക് പോകേണ്ടി വരും. നല്ല ടൈം എടുക്കും. അതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ആയിട്ട് വരും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ വരും. ഓക്കെ, ഇത് ബോൺ സ്കാമറാ. മനസ്സിലാവും? അങ്ങനെ എന്താ അപ്പോൾ ജാസിൻ്റെ സാലറി ഇത് എന്തെല്ലാം കളവ്. ഇതിന് അടുത്ത കളവെന്താ? എന്നിട്ട് ഈ ജാസിൻ്റെ ഇത് സാലറി നിൽക്കാൻ കാരണം എന്താ? ഇവൻ്റെ പ്രൊമോഷൻ നിൽക്കാൻ കാരണം എന്താ? ഇവൻ സ്കാം ചെയ്യുന്നത് ഞാൻ പിടിച്ചു. മനസ്സിലായി? എൻ്റെ കേസറ്റ് വഴിയാണ് എനിക്ക് വന്നത്. ഓൻ പറയട്ടില്ലാന്ന്. എൻ്റെ കേസറ്റ് വഴി അതിന് മുന്നേ വേറെ പല വഴിയും വന്നു. ഓക്കെ, എൻ്റെ മെയിലിൽ വരെ വന്നു. എൻ്റെ പല മെസ്സേജുകളിൽ ഇതിൽ ഇവൻ പ്രൂഫാ അല്ല ഇവൻ ഇത് സ്കാമാ ഇതാ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരും. എടാ ജാസിൻ്റെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾക്ക് പെട്ടെന്ന് എടാ ഈ 3500 ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ പാടാ. കാണിക്കണം, ജാസിൻ്റെ പ്രൂഫ് കാണിക്കണം. നേരെ അടുത്ത വിഷയത്തിലേക്ക് പോകണത് ജാസിൻ്റെ സ്കാം പ്രൂഫുകൾ കാണിക്കണോ? ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം.
ഭയങ്കര ലെങ്തി ആയി പോവും. PC അതാ ഇത് ഇങ്ങനെ ഇത് നല്ല കേട്ടോ. ഈ ഇങ്ങനെ ചാറ്റിൽ നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്ന കണക്കായിട്ട് ഞാൻ റിപ്ലൈ പറയാം. ഓക്കെ, PC ജാസിക്കൊരു PC. ജാസിൻ്റെ ബർത്ത്ഡേ അന്നാന്ന് ജാസി എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എല്ലാവരോടും പറഞ്ഞത്. ഓക്കെ, ജാസിക്കൊരു PC എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യലുണ്ട്. ജാസിൻ്റെ PC സ്ക്രിപ്റ്റ് അല്ല, ആ PC ജാസിക്ക് ഞാൻ കൊടുത്തതാണ്. ആ PC ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൻ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാൻ എന്തിനാ കൊടുത്തു വിടണം? ആ PC-ലാണ് ഓൻ ജാസി ലൈവ് തുടങ്ങിയത്. അത്രയും ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ജാസി ആ PC-ലാണ്. മനസ്സിലായോ? എന്നിട്ട് ആ PC ഞാൻ തന്നില്ല, എന്തോ ചിപ്പ് മാറ്റാൻ തിരിച്ചെടുത്ത്. എന്തെല്ലാം കളവ് പറയുമ്പോൾ എങ്ങനെയല്ല ഏതിലേക്കല്ല ഇവൻ പോകുന്നത്? ചിപ്പ് മാറ്റാൻ പറ്റും. എടാ എനിക്ക് ഓൾറെഡി ഒരു PC ഉണ്ട്. ഈ 2 PC വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 2 PC വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ലെങ്ത്ത് നോ പ്രോബ്ലം, ലെങ്ത്ത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു 4-5 മണിക്കൂറിൻ്റെ ലൈവ് ആകും മോനെ. ഇനോഗ്രേഷൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇനോഗ്രേഷനും ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചോ, ആരെങ്കിലും ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിനെ അവർക്ക് അറിയില്ല. ജാസി ആരാ, ഏത് ജാസി? മമ്മൂനറിയാം. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ മമ്മൂനറിയാം. മമ്മൂനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് എന്നോട് പറയല്. മനസ്സിലായി? ഇനോഗ്രേഷൻ എന്നെയാണ് വിളിക്കുന്നത്. മനസ്സിലാ? ഇവരുടെ മോശം ഇമേജ് മാറ്റാൻ വേണ്ടി ഇവരെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും. സ്റ്റേജിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി എല്ലാവർക്കും എക്സ്പോഷർ കൊടുത്ത് അത്രയും റീച്ച് കയറ്റി എന്നിട്ട് ഇവർ പറയാ ഇനോഗ്രേഷൻ മണി ഇവർക്ക് ആ സമയം. അങ്ങനെയാണെങ്കിൽ അന്നേ ഇനോഗ്രേഷൻ വരുന്നോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പറയാലോ അല്ലേ? ഈ മമ്മൂനെല്ലാം അത്രയും ഹെയ്റ്റും ഇതും ആ കുളിസീൻ്റെ എല്ലാം കയറ്റില്ല. ആ ഹെയ്റ്റെല്ലാം എങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ പരിപാടിക്കും ഞാൻ എൻ്റെ ക്യാമറ ഫേസ് കാട്ടെല്ലാം വരും. അവിടെല്ലാം ഇവനെ ഞാൻ മുന്നിൽ കാണിക്കും. എല്ലാ സ്റ്റേജിലും കയറ്റി. എന്തിൻ്റെ ആവശ്യമുണ്ട്? എന്നെയാണ് പരിപാടികൾക്ക് വിളിക്കുന്നത്, എന്നെയാണ് പ്രൊമോഷനെ വിളിക്കുന്നത്, ഇവന്മാരെ അല്ല. മനസ്സിലായോ? ടി വി സ്ക്രിപ്റ്റാണ്. അതായത് എന്തായിരുന്നു TVൻ്റെ കറക്റ്റ് എന്തായിരുന്നു? ഇത് എത്ര കാലം മുന്നേ നടന്ന TVൻ്റെ എന്തായിരുന്നു റാമുനു? TVന് എന്താന്ന് സംഭവിച്ചത്? ജാസി തൂങ്ങിപ്പോയി TV അടിച്ചു പൊട്ടിച്ചു അല്ലേ? ആ സ്ക്രിപ്റ്റാണ്. അതായത് അതിന് മുന്നേ കറക്റ്റ് എന്താ പ്ലാൻ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അതെ, ബാംബു വോയിസിൻ്റെ സ്ട്രീം ചെയ്യും. അങ്ങനെ ബാംബു വോയിസിൻ്റെ സ്ട്രീം ചെയ്യുന്നു. ക്രേസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. ജാസി നേരെ തൂങ്ങിപ്പിടിച്ച് TVക്ക് പോയി ചവിട്ടി TV പൊട്ടിക്കുമെന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അതായത് ഇങ്ങനെ തൂങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അത് ഓൾറെഡി ഇതായ TV ആയിരുന്നു. ഓക്കെ, ഓൾറെഡി ഡിസ്പ്ലേയിൽ വരയോ എന്തോ വീണ TV ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറ്റേ, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അത് കണ്ടിട്ട് എത്ര ആൾക്കാർ ചിരിച്ചു. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് എന്തെല്ലാം കേസ്. ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ സ്ക്രിപ്റ്റിന് നിൽക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഷമീറാണ്. ഷമീർ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്താലും ഷമീറിൻ്റെതായ ഒരു ഇതാക്കണം. മനസ്സിലാവും? ഷമീറിന് ഓൻ്റെ ഒരു, അതായത് ഓനക്ക് എപ്പോഴും ഓനൊന്നും പുറത്ത് അറിയില്ല, പക്ഷെ ഓനക്ക് എപ്പോൾ ഓൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓനക്ക് എന്നെക്കാളും വളരണം എന്നുള്ള സാധനം ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ആ സമയത്ത് മമ്മു പറഞ്ഞു യുമ്മടെ ഹിം ക്ലീൻ യുവർ ഷെഡി സത്യമാണ്. അവൻ്റെ ഫേസ് ചവിട്ടി പറഞ്ഞു ഐ ജസ്റ്റ് വാണ്ട് ഹിയർ ഫ്രം യു ബ്രോ. യെസ്, പറഞ്ഞുതരാം. ഉള്ള പോലെ ഞാൻ പറയും. മമ്മുവിൻ്റെ മുഖത്ത് ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഞാൻ കിടക്കുമായിരുന്നു, മമ്മു നിൽക്കുമായിരുന്നു. ഞാൻ ഇത് ഒരു 4-5 മാസം മുമ്പ് 5-6 മാസം മുമ്പുള്ള കേസാണ്. ഷെയ്ഖിൻ്റെ വീട്ടിലാണ് സംഭവം. ഓക്കെ, ഷെയ്ഖിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതെങ്ങനെ, നീ ഉണ്ടായിരുന്നാ? മുന്നുണ്ടായിരുന്നാ? ഇപ്പോൾ ആരും ഉണ്ടായിരുന്നത്? റാംബോ, ഇത് ഓർത്തെടുക്കണോടാ. ഇല്ല എനിക്ക് ഇതിൽ കളവ് ചേർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ്. കാരണം നാളെ വന്നിട്ടേ ഞാനിതിൽ പറയുന്നത് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർ നാളെ വന്നിട്ട് അതും പറഞ്ഞിട്ടായിരിക്കും ഇനി പിടിക്കുക. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് നടന്ന പോലെ എനിക്ക് പറയണം. ഷെയ്ഖിൻ്റെ വീട്ടിൽ ചവിട്ടുമ്പോൾ മമ്മു നിൽക്കുമായിരുന്നു, ഞാൻ നിൽക്കുമായിരുന്നു. മമ്മു കട്ടിലിരിക്കുന്നു. ഓക്കെ ഞാൻ പറയാം. ഞാൻ കട്ടിൽ കിടക്കുന്നു, മമ്മു കട്ടിൽ ഇരിക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഞാൻ മോന്തക്ക് അടിക്കുകയെന്ന് ശരിക്കും ചെയ്യേണ്ടത്. മോന്തക്ക് ശരിക്കും അടിക്കുക ചെയ്യേണ്ട. അത് അതിൻ്റെ കാരണം കൂടി കേൾക്കണം. വാഷിങ്ങിന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ കാരണം കൂടി കേൾക്കണം. നിങ്ങൾ ഈ മമ്മൂൻ്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഞാൻ അവിടെ വെക്കുന്നു, മമ്മ അവിടെ വെക്കുന്നു.
ഞാൻ മറ്റേ ജാക്കി ചാനെ പോലെ ഇതിലേക്ക് ചവിട്ടുന്നു. എടാ നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ബെഡിൽ കിടക്കുക, മനസ്സിലായി? അപ്പം എൻ്റെ കാലിൻ്റെ ഭാഗത്താണ് ഇവൻ ഇരിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് എണീച്ച് മൊത്തം അടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തു, ഒറ്റ ചവിട്ട്, ഒരു ചെറിയൊരു ചവിട്ട്. ഓക്കെ, എന്തിന് ഷെയ്ഖിൻ്റെ വീട്ടിൽ നമ്മൾ എന്തിനു പോയി? ഡേറ്റ്. ഇതെല്ലാം അന്വേഷിച്ചേ അവരെന്താ പറഞ്ഞത്? ഞാൻ എന്തിനു ചവിട്ടിയെന്ന് അവർ പറഞ്ഞത്? എന്തിനു ചവിട്ടിയെന്ന് പറഞ്ഞത്? ആ, എന്തോ ഇതാക്കാൻ വേണ്ടിട്ടോ. ഇവന് എന്താ സംഭവം? അന്നത്തെ ഡേറ്റ് അടക്കം ചിന്തിച്ചാൽ അന്ന് ആ സമയത്താണ് ഞാൻ എജു താലിം എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയപ്പം അവരൊരു ഐഡിയ പറഞ്ഞു, മമ്മൂനെ പഠിപ്പിച്ചാലോ. ഓക്കെ, മമ്മൂന് വിദ്യാഭ്യാസവും ഇല്ല, മമ്മൂനാണ് ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുതരാം, മറ്റേ ഞരമ്പ് സ്വഭാവങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റും, അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഇവനെ നന്നാക്കാൻ നോക്കി. ഞാനാ മണ്ടൻ, ഒരിക്കലും നന്നാവില്ല അവനൊന്നും, മനസ്സിലാ? ഒരിക്കലും നന്നല്ല. മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്, മനസ്സിലാ? കുറേ കേസുണ്ടാവും. അതിപ്പം ബാംഗ്ലൂർ കേസ് പറയണോ? പേര് പറയില്ല, ആ പെണ്ണിന് സീനാവല്ലേ? ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം ഒന്നല്ല ഇവൻ. ഞാൻ കാരണം പറ്റി, മമ്മൂ എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നല്ല. ഇവൻ പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ചെയ്ത് നടന്നത്. ഈ 2 കൊല്ലം ഇവൻ എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഇവനെല്ലാം അറിയാം. ഇത് ബുദ്ധിയില്ലാത്തവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്താലും എല്ലാവരും പൊട്ടനാന്ന് വിചാരിച്ച് നിൽക്കും. അതിന് വേണ്ടി നിൽക്കുന്ന ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ച് കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ച് കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായില്ലേ. എന്നോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, കേസിന് പോയില്ല. അത് ഞാൻ പറയല്ല, ഇപ്പം ആണെങ്കിൽ എനിക്കറിയില്ല, ഓളെ പേര് പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല, ഓൾ ഇനി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓള് വന്ന് പറയും. ഓക്കെ, ഓള് വന്ന് പറയും. അതിന് ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തന്തയില്ലായ്മ ചെയ്തതിന് മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം അതിന് മുന്നേ എന്തിനാ കുറേ പ്രാവശ്യം ഞാൻ ഒരു 3-4 വട്ടം എന്തായാലും ഇവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലാസ്റ്റ് അടിച്ചതാണ് ഈ കാലിനെ കൊണ്ടുള്ള ചവിട്ട് മുഖത്ത്. എന്തിന്? എജു താലിമിൻ്റെ എഡ്യൂക്കേഷൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു മമ്മൂനെ പഠിപ്പിക്കാം, മമ്മൂന് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പോൾ മമ്മു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, തെറി വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് തന്നെ. എന്നെ തെറി വിളിച്ചുകൊണ്ട്, അതായത് അവൻ്റെ നല്ലത് ചിന്തിച്ച എന്നെ തെറി വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു തെറിയും പ്ലസ് അവനിക്ക് പഠിക്കാൻ പറ്റൂല, ആദ്യം ഒരു കളി കളിക്കട്ടെ, ഇങ്ങനെയാണോ പറഞ്ഞത്. എന്തോ ഒരു തെറി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. 5-6 മാസം മുമ്പുള്ളതാണ് തെറി. പ്ലസ് എന്നോട് എന്നെ ഇങ്ങനെ ഭയങ്കര പുച്ഛത്തോടുകൂടി പഠിക്കാൻ ആദ്യം കളി കളിക്കട്ടെ, അങ്ങനെ എന്തോ ഒരു സാധനം ഇവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കൺട്രോൾ പൊട്ടി. കൊടുത്തു മുഖത്തൊരു ചവിട്ട്. മുഖത്തോ തലക്കോ ഇവിടെയോ സൈഡിലോ എവിടെയോ ചവിട്ടിയത്? ഇവിടെ ഒരു ചവിട്ട്. ഓക്കെ, ഇവിടെ ഒരു ചവിട്ടി ഉള്ളതുള്ള പോലെ ഞാൻ പറയും. ഓക്കെ, അടുത്ത എന്താ? ചെക്ക് സ്മാഷ് TP GF ഷഡ്ഡി കഴുകിച്ചു മൈര. ഓക്കെ, ഷഡ്ഡി കഴുകിച്ച കേസ്. ഇനി ഷഡ്ഡി കഴുകി ഞാൻ എന്തെല്ലാം പ്രൂഫ് വേണം നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇവിടെ ഷഡ്ഡി കഴുകാൻ വേണ്ടി ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്റ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല. ജാസി, മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കുക. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയില്ലേ, ഈ ഡ്രസ്സിൽ കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട. കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും ജാറ്റിൽ. അതല്ല, ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ്, ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ? വേണ്ട, ഇതിപ്പം ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായോ? കൊട്ടൻ്റെ കേസെല്ലാം അല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല, മനസ്സിലായോ? അതൊന്നും ചതിയേ അല്ല. ഇത് എന്തൊരു ചതിയാടാ. മരിച്ചാലും പൊറുക്കാൻ പറ്റോടിയതല്ലോ.
അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞാൽ. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ ഒരു വീടാകുമ്പോൾ, ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? എടാ ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എന്തിനെടുക്കണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും മൻസൂർക്കും, ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും, ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനെല്ലാം ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലായോ? നീ ഷഡ്ഡി കയറ്റിട്ട് നിന്റെ ജോലിയാടാ നായിന്റെ മോനെ, നിന്റെ ജോലിയാടാ അത്. നിന്നലെ ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇത്ര പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയടാ നീ. എന്നാ പറയടാ, നീ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസൻ്റെ കണക്ക് നീ പറയടാ. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മനസ്സിലായി? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കണക്ക് കിട്ടി, ഈ 2 അക്കൗണ്ടിൻ്റെ കണക്ക് കിട്ടി, വേറെ അക്കൗണ്ടിൻ്റെ കണക്ക് കിട്ടിയില്ല. അത് കിട്ടണം. ഞാൻ കയ്യിൽ നിനക്ക് തന്നതിൻ്റെ കണക്ക് നിനക്ക് പറയാൻ പറ്റുമോടാ ലൈവില്? കുറച്ചെങ്കിലും നാണന്മാരുണ്ടെങ്കിൽ പറയടാ. മാറി സെപ്പറേറ്റ് ഫുഡ്. എന്ത് സെപ്പറേറ്റ് ഫുഡടാ? എന്ത് എടാ, അതിൻ്റെ എന്തെങ്കിലും ഓടിയുണ്ടോ? എടാ അതിൻ്റെ എന്തെങ്കിലും ഓടിയുണ്ടോ? സെപ്പറേറ്റ് ഫുഡ്. ഇവിടെ 10 ആൾക്കാരുള്ളപ്പോൾ എല്ലാവർക്കും അവർ പറഞ്ഞതാ, ഇവിടെ 10 ആൾക്കാരുള്ളപ്പോൾ എല്ലാവർക്കും സാമ്പാറും രസവും, എനിക്ക് മട്ടനും ചിക്കനും. ഇങ്ങനെയല്ല പറഞ്ഞത്? എല്ലാവർക്കും സാമ്പാറും ചോറും, എനിക്ക് മട്ടനും ചിക്കനും. പറഞ്ഞുതരാം കാണിച്ചു തരാം, എല്ലാത്തിൻ്റെയും കാണിച്ചു തരാം. എടാ അതിൻ്റെ എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ഉണ്ട്, ഇതിലുണ്ടോ? അതിൻ്റെ ഇപ്പം തരാം. എടാ ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ എല്ലാവർക്കും രസവും ചോറും എനിക്ക് ചിക്കനും ഇതുമാണെങ്കിൽ അവരൊരിക്കലും കോളിൽ ഇതിനെക്കുറിച്ച്, അങ്ങനെയാണെങ്കിൽ കോളിലും അതിനെക്കുറിച്ച് അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? ആണോ? ഒരു ഓഡിയോ ഇപ്പോൾ കേട്ടോ, ഇപ്പം വരും, ഇപ്പം സാധനം വരും. ഈ 3000 ഓഡിയോ വന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാൻ തന്നെ ഒരു 15 ആൾക്കാരെ നിർത്തിക്കണം. ഇവിടെ ആകെ 1-2 ഉള്ളൂ. ഇതൊന്ന് സോർട്ട് ചെയ്ത് എടുക്കണം. ഈകളുടെ സെയിം വന്നിട്ടുണ്ടല്ലോ. ഈകളെ കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാനില്ല മോനെ, ഈകളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ വലിയ ഇഷ്യൂസ് നടക്കി. ഈകളുടെ എല്ലാം ചെറിയ കേസെന്ന് ഞാൻ പറയും. അന്ന് ഈകള് എല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇതെല്ലാം ഇങ്ങനത്തെ ചതികളെല്ലാം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ മോനെ, അതെല്ലാം ഞാൻ മറന്ന്, ഞാൻ ക്ഷമിച്ച്, അതെല്ലാം പുറത്തു കൊടുത്തു പോട്ടേന്ന് വിചാരിച്ച് ഞാൻ. അതെല്ലാം പിന്നെ സംസാരിക്കുന്നുണ്ട്, എപ്പെങ്കിലും സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല അതൊന്നും. കാരണം ഇങ്ങനെ ഒന്നിച്ച് നിന്നിട്ട് ഇതാക്കിയിട്ട് ഉള്ള പണിയൊന്നും ഒന്നും കാണിച്ചിട്ടില്ലടാ. ഞാൻ കാര്യം പറയാലോ. അടുത്ത പറഞ്ഞോ. അടുത്തെന്താ വേണ്ടേ പറ. എല്ലാത്തിനുള്ള പ്രൂഫായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലാവും? എല്ലാത്തിനുള്ള പ്രൂഫ്. എന്താ വേണ്ടത് പറ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നടക്കുമ്പോഴുള്ള വേദന എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവർ ഈ സാധനങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഇവരിത് പൊട്ടിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം എപ്പാന്നറിയോ? എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ഇതൊരിക്കലും ഞാൻ ഇവിടെ വന്ന് പറയൂലെന്ന് ഞാൻ വിചാരിച്ചതാ. എനിക്ക് കിഡ്നി സ്റ്റോണാണ്. ഓക്കെ, കിഡ്നി സ്റ്റോണിൻ്റെ സീരിയസ്നെസ് അറിയുന്നവർക്കറിയാം. ആണുങ്ങളുടെ പ്രസവ വേദന എന്നാ പറയാം. അത് വേദന അനുഭവിച്ചവർക്കറിയാം. അത്രയും വേദന എന്ന് പറഞ്ഞാൽ പൊളഞ്ഞിങ്ങനെ ചാവും. ബ്ലഡ് മൂത്രമൊഴിക്കും. മനസ്സിലായോ? ബ്ലഡാണ് മൂത്രമൊഴിക്കുക. എനിക്ക് കിഡ്നി സ്റ്റോണല്ല, കിഡ്നീൻ്റെ തൊട്ട് താഴെ കിഡ്നിയും ബ്ലാഡറും തമ്മിലുള്ള വാൾവില്ലേ, വാൾവിൻ്റെ ഉള്ളിൽ എനിക്ക് സ്റ്റോണാണ്. ഓക്കെ, അതിൻ്റെ സാലറി ആയിരുന്നു, അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇവർ സാലറിന്ന് ഇതിൽ ചാറ്റിലിട്ടിട്ട് അതിനെന്താ പറയുക, സർജറി ആയിരുന്നു മിനിഞ്ഞാന്ന്. ഓക്കെ, ഇത് സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞേ ആരെങ്കിലും. അങ്ങനെ ഞാൻ എന്ത് പറയുമ്പോൾ സ്ക്രിപ്റ്റാന്ന് ഫേക്കാന്ന് പറയുന്നത്, ഇതൊന്ന് ഫേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാണിക്കായിരുന്നു. ഓക്കെ, പറഞ്ഞു തീർക്കട്ടെ. മിനിഞ്ഞാന്ന് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഓക്കെ, എടാ എൻ്റെ ആസ്റ്ററിലെ മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് എടുത്തേ. ആസ്റ്റർ മെഡിസിറ്റി എത്ര ആൾക്കാർക്ക് അറിയാം? കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടി അടക്കം ചികിത്സ ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ പോയിട്ട് എനിക്ക് ഫേക്ക് രേഖകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, അതും മറ്റേതും ആസ്റ്ററിൻ്റെ എടുത്തിട്ടോ. ഇതറിയാലോ, ഡോക്ടർ ഷാജീസ് അഡ്വാൻസ്ഡ്. ഇത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന CT സ്കാനിൽ എടുക്കുന്ന സ്ഥലം. ഓക്കെ, ഇതിലുള്ള എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണിത്. ഓക്കെ,
എൻ്റെ സ്കാൻ റിപ്പോർട്ട്